ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത ചാപ്റ്ററായ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A damped harmonic oscillator has a frequency of 5 oscillations per second. The amplitude dropped to its half its value for every 10 oscillations. The time it will take to drop to 1/1000th of the original amplitude is close to. ഈ ക്വസ്റ്റ്യൻ എന്താണെന്നായിരിക്കണേ, ഒരു ഹാർമോണിക് ഡാംഡ് ഓസിലേഷൻ വിത്ത് ഫ്രീക്വൻസി 5 ഓസിലേഷൻ പെർ സെക്കൻഡ് അതാണ് ഗിവൺ. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 ഓസിലേഷൻസിന് ശേഷം ഹാഫ് ആവുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ 1/1000th ആവുന്നത് എപ്പോഴാണ്, ഏത് ടൈമിലാണ്, അത് നമ്മളോട് കാണാൻ പറഞ്ഞല്ലോ. നമുക്ക് തന്നുള്ളത് 5 ഓസിലേഷൻസ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? 1/5 സെക്കൻഡ്സ്. ഇതായിരിക്കില്ലേ അതിൻ്റെ ടൈം പീരീഡ്. നമ്മൾക്ക് തന്നിട്ട് ക്വസ്റ്റ്യനിൽ 10 ഓസിലേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പകുതിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ഓസിലേഷൻ എടുക്കുന്ന ടൈം പീരീഡ് എത്രയായിരിക്കും? 10 ഓസിലേഷൻ എടുക്കുന്ന ടൈം പീരീഡ് = ഇത് എന്താ ടൈം പീരീഡ് ഫോർ 1 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ 10 ഓസിലേഷന് 10 × 1/5 അല്ലേ, 2 സെക്കൻഡ്സ്. ഇതാണ് 10 ഓസിലേഷൻ എടുക്കുന്ന ടൈം പീരീഡ്. ഇത് ജസ്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത ഇക്വേഷൻ യൂസ് ചെയ്യാനാണ്. ഇവിടെ ഒരു ഹാർമോണിക് ഡാംഡ് ഓസിലേഷൻ ആണ് നടക്കുന്നത്. ഹാർമോണിക് ഡാംഡ് ഓസിലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ആഫ്റ്റർ എ ടൈം ടി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A = A0 e⁻⁻⁴ ഇവിടെ A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ്, ടൈം എന്ന് വെച്ചാൽ ടൈം പീരീഡ്, ഇത് ഡാമ്പിംഗ് ഫാക്ടർ. നമ്മളിപ്പോൾ പറഞ്ഞുള്ളത് 10 ഓസിലേഷന് ശേഷം ആംപ്ലിറ്റ്യൂഡ് പകുതിയാവും. അങ്ങനെയാണെങ്കിൽ 10 ഓസിലേഷന് ശേഷം ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡിന്റെ ഹാഫ് ആയിരിക്കില്ലേ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആഫ്റ്റർ 2 സെക്കൻഡ്സ്, അതായത് 10 ഓസിലേഷൻ 2 സെക്കൻഡ് കൊണ്ട് എടുക്കണം. 2 സെക്കൻഡ് ശേഷം ഇതിലെന്ത് ചേഞ്ച് വരും? ഇനീഷ്യലിന്റെ ഹാഫ് ആയിരിക്കും ഫൈനൽ. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, × 2 ടൈം പീരീഡ് 2 എടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് കിട്ടും നമുക്ക് 1/2 = e⁻²⁰ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. 2 = e⁻²⁰. ഇനി ഇതിനെ രണ്ട് സൈഡും ലോഗരിതം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡും ലോഗ് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? log2 = e⁻² എന്ത് വാല്യൂറ്റും ലോഗരിതം എന്തായിരിക്കും? ആ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ log of e⁻²⁰ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സിഗ്മ തന്നെ കിട്ടും. ഇവിടെ നമുക്ക് സിഗ്മയുടെ വാല്യൂ കാണാമല്ലോ. സിഗ്മയുടെ ഒരു സൈഡ് കൊടുത്താൽ log2/2 എന്ന് കിട്ടില്ല. ഇത് ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിട്ട് 1/1000th of the ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോഴുള്ള ടൈമാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 10 ഓസിലേഷന് ശേഷം ഹാഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് സിഗ്മന്റെ വാല്യൂ കിട്ടി. ഇനി 1/1000th ആവുന്ന കേസിൽ ആംപ്ലിറ്റ്യൂഡ്, ഫൈനൽ ആംപ്ലിറ്റ്യൂഡ് ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡിന്റെ 1/1000 ആവുന്ന കേസ്, ഇതായിരിക്കില്ല. ഇങ്ങനെയല്ല ഇക്വേഷൻ എഴുതാം. അതായത് ഇനീഷ്യലിന്റെ 1/1000 ആണ് ഫൈനൽ. ഈ കണ്ടീഷൻ നമ്മൾ കാണേണ്ട ടൈം പീരീഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ രണ്ടും ക്യാൻസൽ ആയാൽ നമുക്ക് 1000 = e⁻²⁰t എന്ന് എഴുതാം. റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് മാറും മേലെ വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ log
1000 equal to sigma t. ഈ റേസ്റ്റ് സിഗ്മ ടീനെ ലോഗരിതം വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ റിമൂവ് ആയി. log 1000 എന്താ log 10⁻³ സിഗ്മ ടി. log 10⁻³ നമുക്ക് 3 log 10 എന്ന് എഴുതാം. സിഗ്മ ടി. ഇവിടെ 3 ഇൻറ്റു സിഗ്മയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്താണ് log 2/2 log 2/2. അങ്ങനെയാണെങ്കിൽ ടൈം ഏതാണ് 3 log 10 into 2/log 2. ഇതിന്റെ വാല്യൂ 19.93 വരും സെക്കൻഡ്സ്. ഇതാണ് അതിന്റെ ആൻസർ. നമ്മുടെ ഓപ്ഷനിൽ 19.93 എന്നുള്ള ഓപ്ഷൻ ആൻസർ ഇല്ല, പക്ഷെ നമ്മുടെ 20 സെക്കൻഡ്സ് ഓപ്ഷൻ ഏഴുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ്ലി 20 സെക്കൻഡിലേക്ക് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two cars A and B are moving away from each other in opposite directions. Both the cars are moving with a speed of 20 meters per second with respect to the ground. If an observer in car A detects a frequency 2000 Hz of the sound coming from car B, what is the natural frequency of the sound source in car B? ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കണേ, രണ്ട് കാർ എ ആൻഡ് ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടും 20 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എ എന്ന കാറിലുള്ള ഒരു ഒബ്സർവൻറ്റ് ബി എന്ന കാറിലുള്ള ഒരു സൗണ്ട് ഒബ്സർവ് ചെയ്യുന്നത് 2000 ഹേർട്സിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എവിടുന്നാണ്, ബി എന്ന കാറിൽ നിന്നാണ്. സൗണ്ട് ഒബ്സർവ് ചെയ്യണത് എ എന്ന കാറിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന കാറിലുള്ള സൗണ്ടിനെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കണം. നമുക്ക് ആകെ അറിയണ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്, അത് 2000 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ തന്ന വാല്യൂസ് ജസ്റ്റ് നോക്കാം. സ്പീഡ് ഓഫ് സൗണ്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് 340 മീറ്റർ പെർ സെക്കൻഡ് കൺസിഡർ ചെയ്യാനാണ്. സ്പീഡ് ഓഫ് ഒബ്സർവർ, എ എന്ന കാറിലാണ് ഒബ്സർവർ ഉള്ളത്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് -20 മീറ്റർ പെർ സെക്കൻഡ് എന്നെടുക്കും. സ്പീഡ് ഓഫ് സോഴ്സ് അതും എനോട് റെസ്പെക്റ്റീവ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് -20 മീറ്റർ പെർ സെക്കൻഡ് എടുക്കും. അപ്പാരന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി 2000 ഹെർട്സ്. ഇപ്പം രണ്ട് കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോണ കേസിൽ ഡോപ്ലർ എഫക്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്ക് ഒരു അപ്പാരന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പാരന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F equal to F0 into V plus VO by V minus VS. VO എന്നുള്ളത് ഇതാണ് സ്പീഡ് ഓഫ് ഒബ്സർവൻറ്റ്, VS എന്നുള്ളത് സ്പീഡ് ഓഫ് സോഴ്സ്, F ആണ് അപ്പാരന്റ് ഫ്രീക്വൻസി. നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കാം. F equal to F0 into V plus V0 by V minus VS. VO ആട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് സോഴ്സ്, അതാണ് ഈ കാണുന്ന F0. ഇതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഓൾറെഡി F തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വാല്യൂവിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 340 മൈനസ് പ്ലസ് ആവും 20 by 340 മൈനസ്, സോറി ഇവിടെ മേലെ നെഗറ്റീവ് ആവും, ഇവിടെ പ്ലസ് ആവും. എഫിന്റെ വാല്യൂ നമുക്ക് 2000 ഹെർട്സ് വന്നത്. നമ്മൾ F0 കാണുന്നത് 340 മൈനസ് 20 എത്ര, 320. ഇത് നമുക്ക് 2000 F0 into 320 by 360. Therefore F0 equal to 2000 into 360 by 320. നമുക്കപ്പോൾ F0ന്റെ വാല്യൂ
ഒരു ഇക്വേഷൻ അതിന് കിട്ടി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എത്രയാണ് സൗണ്ട് സോഴ്സിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് ആൻസർ കിട്ടും. ഇതിന്റെ ആൻസർ ഓൾമോസ്റ്റ് 2250 ഹെർട്സ് വരും. ഇതാണ് അതിന്റെ ആൻസർ. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A string 2.0 meter long and fixed at its end is driven by a 240 Hz vibrator. The string vibrates in its third harmonic mode. The speed of the wave and its fundamental frequency is. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു സ്ട്രിങ് 2 മീറ്റർ ലോങ് ഉള്ള സ്ട്രിങ് രണ്ടറ്റത്തും കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 240 Hz വൈബ്രേറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതായത് ആ 240 Hz വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രിങ്ങിലേക്ക് വേവ്സ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ വേവ്സിന്റെ സ്പീഡും അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഈ സ്ട്രിങ് അതിന്റെ തേർഡ് ഹാർമോണിക് മോഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു nth ഹാർമോണിക് മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? f of n equal to n into v by 2l. ഇതാണ് nth ഹാർമോണിക് മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി കാണാനുള്ളത്. ഈ n എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്കിവിടെ തേർഡ് ആകുമ്പോൾ 3 ആയിരിക്കും. v എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് വേവ്, l എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രിങ്. നമുക്ക് f3 തന്നിട്ട്, അതായത് തേർഡ് ഹാർമോണിക് മോഡിൽ 240 ഹെർട്സിലാണ് ഫ്രീക്വൻസി ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ f3 എന്താണ്? 240 ഹെർട്സ്. n 3, l 2 മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഓഫ് വേവ് കണ്ടുകൂടെ? സ്പീഡ് ഓഫ് വേവ് എങ്ങനെ കാണും? 240 equal to 3 into v by 2 into 2. ഇതിനെ v equal to 240 into 4 by 320 meter per second എന്ന് കിട്ടും. ഇതായിരിക്കും അതിന്റെ വാല്യൂ. ഇപ്പൊ നമ്മൾ സ്പീഡ് ഓഫ് വേവ് കണ്ട്. സ്പീഡ് ഓഫ് വേവ് എത്ര? 320 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് 320 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള. ഇനി നമുക്ക് കാണേണ്ടത് എത്രയാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ്. നമുക്ക് തേർഡ് ഹാർമോണിക് മോഡിലുള്ള ഫ്രീക്വൻസി അറിയാം. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒരു nth ഹാർമോണിക് മോഡിലുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ f equal to f of n by n. അങ്ങനെയാണെങ്കിൽ f of 3 എത്ര? ഇവിടെ 240 ആണ്. 240 by n എത്ര? 3 ആണ്. എത്രയായിരിക്കും? 80 ഹെർട്സ്. നമുക്ക് ആൻസർ, അതായത് സ്പീഡ് ഓഫ് വേവ് 320 മീറ്റർ പെർ സെക്കൻഡും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 80 ഹെർട്സും കിട്ടി. ഇത് രണ്ടുമുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A closed organ pipe has a fundamental frequency of 1.5 kHz. The number of overtones that can be distinctly heard by a person with this organ pipe will be. Here we are assuming the highest frequency a person can hear to be 20,000 Hz. ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കണം? ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 1.5 kHz ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലൂടെ എത്ര ഓവർട്യൂൺസ് ഒരു നോർമൽ പേഴ്സണ് ഹിയർ ചെയ്യാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ട് മാക്സിമം ഒരു പേഴ്സൺ ഹിയർ ചെയ്യാൻ പറ്റുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി 20,000 ഹെർട്സ് ആണ്. നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 1.5 kHz ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷന് f naught equal to v by 4i. v being velocity of sound, speed of sound.
നമുക്ക് ഓവർട്യൂൺ ഫ്രീക്വൻസി കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓവർട്യൂൺ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് F equal to 2n+1 into F0. അതിൽ n ആണ് നമ്പർ ഓഫ് ഓവർട്യൂൺസ്, എത്ര ഓവർട്യൂൺസ് ഉണ്ടാവും. ഒരു ഓവർട്യൂൺ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എത്ര ഓവർട്യൂൺസ് അവിടെ, ആ ഓവർട്യൂൺ ഫ്രീക്വൻസി കാരണം എത്ര ഓവർട്യൂൺസ് അവിടെ കേൾക്കും എന്നുള്ളതാണ് n എന്ന് പറയുന്ന വാല്യൂ. നമുക്ക് ആ ഇക്വേഷൻ എഴുതി നോക്കാം. F equal to 2n+1 into F0. ഇവിടെ ഈ n ആണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ നമുക്കിവിടെ ഓവർട്യൂൺ ഫ്രീക്വൻസി തന്നിട്ടില്ല, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം ഈ ഓവർട്യൂൺ ഫ്രീക്വൻസി എന്തായാലും 20,000 ഹെർട്സിനേക്കാൾ കുറവായിരിക്കും. കാരണം അതിൻ്റെ മേലൊക്കെ ഒരു പേഴ്സണ് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? നമ്മൾ 20,000 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി എഫ് മാക്സ് എന്ന് കൺസിഡർ ചെയ്താൽ, മാക്സിമം ഫ്രീക്വൻസി കേൾക്കാൻ പറ്റുന്ന എഫ് മാക്സ് എന്ന് കൺസിഡർ ചെയ്താൽ അതിനേക്കാൾ ലെസ് ആയിരിക്കില്ലേ നമ്മുടെ ഓവർട്യൂൺ ഫ്രീക്വൻസി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് മാക്സ് ലെസ് ദാൻ 2n+1 into 1500 ഹെർട്സ്, അതായത് 1.5 കിലോ ഹെർട്സ് നമുക്ക് തന്നുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇങ്ങനെ എഴുതി കൂടെ? നമുക്ക് എഫ് മാക്സ് എത്ര അറിയാം? 20,000. 2n+1 ഇതിവിടെ താഴെ കൊടുത്താൽ 1500. ഇത് രണ്ടും 13.33 സംതിങ്. നമുക്ക് ഈ 1ന് ഇപ്പുറത്ത് കൊടുത്താൽ 12.33 ലെസ് ദാൻ 2n എന്ന് കിട്ടും. ഈ പോസിറ്റീവ് 1 ഇവിടെ വന്ന് നെഗറ്റീവ് 1 ആവും. അപ്പോൾ നമുക്ക് n എത്ര കിട്ടും? n വിൽ ബി, ഈ സൈൻ ഓപ്പോസിറ്റ് ആക്കണം, കാരണം n എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും. എന്തിനോട്? 12.33/2 എത്ര? 6.16. അതായത് മാക്സിമം എത്രയേ ഉണ്ടാവുള്ളൂ ഓവർട്യൂൺ ഫ്രീ നമ്പർ ഓഫ് ഓവർട്യൂൺസ്? മാക്സിമം 6 ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്വസ്റ്റിന് എത്ര ഓവർട്യൂൺസ് മാക്സിമം കേൾക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് 1.5 കിലോ ഹെർട്സ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉള്ള ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ നിന്ന് നമുക്ക് 6.16 എന്നുണ്ട്. പക്ഷേ നമ്മളൊരു സംഭവത്തിന്റെ നമ്പർ എത്രയാണെന്ന് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഇൻഡിജറേ എടുക്കുള്ളൂ, ഡെസിമൽ പാർട്ട് എടുക്കൂല. അപ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? n would be equal to 6 ഓവർട്യൂൺസ്. 6 ഓവർട്യൂൺസ് ആണ് കേൾക്കാൻ പറ്റുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A granite rod of 60 cm length is clamped at its middle point and is set into longitudinal vibrations. The density of granite is 2.7 × 10⁻³ kg per meter cube and its Young modulus is 9.27 × 10⁻10 Pascal. What will be the fundamental frequency of the longitudinal vibrations? ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണം? ഒരു ഗ്രാനൈറ്റ് റോഡ് ഓഫ് ലെങ്ത് 60 സെന്റിമീറ്റർ അതിൻ്റെ അകത്ത് നടക്ക് മിഡിൽ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്, അതായത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതിനെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കണം. നമുക്ക് ഗ്രാനൈറ്റ് റോഡിൻ്റെ ഡെൻസിറ്റി വന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫ്രീക്വൻസി ഓൺ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് F equal to v/λ. v എന്ന് പറഞ്ഞാൽ വേവ് സ്പീഡ്, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. ഒരു ഗ്രാനൈറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു റോഡിന്റെ വേവ് ലെങ്ത് കാണാൻ എങ്ങനെയാണ്? അതിന്റെ ലെങ്ത് ഇൻറ്റു, അതായത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ വേവ് ലെങ്ത് കാണണമെങ്കിൽ 2 × ലെങ്ത് 2l ആണ് ലാംഡ വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. പിന്നെ വേവ് സ്പീഡ് കാണണമെങ്കിലോ √Young's modulus ബൈ ഡെൻസിറ്റി ഓഫ് ദ റോഡ്, അതാണ് വേവ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എഴുതാം. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ വേവ് സ്പീഡ് ബൈ ലാംഡയാണ് ബൈ വേവ് ലെങ്ത്. ഇതിന്റെ ലാംഡന്റെ ഇക്വേഷൻ എന്താണ്? 2l ആണ്.
അപ്പോൾ നമുക്ക് 1/12 എന്ന് എഴുതാം ഇൻറ്റു വേവ് സ്പീഡിൻ്റെ ഇക്വേഷനോ √of Young's modulus by density of the rod. ഇനി ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ലെങ്ത് അറിയാം, മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം ബാക്കിയെല്ലാം മീറ്ററിൽ സ്റ്റാൻഡേർഡ് ഫോം ആയത്. യങ്സ് മോഡൽസും ഡെൻസിറ്റി ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ലെങ്ത്തും ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1/2 ഇൻറ്റു 60 ഇൻറ്റു 10⁻² into root of 9.27 into 10⁻10 by 2.7 into 10⁻3. ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന്റെ വാല്യൂ ഞാൻ ആൻസർ ചെയ്താണ്. ഇതിന്റെ വാല്യൂ നമുക്ക് 5000 ഹെർട്സ് കിട്ടും. 5000 ഹെർട്സ് നമുക്ക് എങ്ങനെ എഴുതാം? 5 കിലോ ഹെർട്സ് എഴുതാം. 5 കിലോ ഹെർട്സ് ആണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദി ഗ്രാനൈറ്റ് റോഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും.